മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ? ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ, ഫുഡ് ചാനൽ, കേരളം ബൈ ശോശാമ്മ. ആദ്യം നമുക്ക് നെയ്ച്ചോറുണ്ടാക്കാം. നെയ്ച്ചോറുണ്ടാക്കിയിട്ട് പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കരിയാപ്പില എല്ലാം കൂടെ വഴറ്റിയെടുക്കുക. പിന്നെ നമുക്ക് കാട വറുത്തെടുക്കാം. വറുത്തെടുത്തിട്ട് നമുക്ക് അതിനകത്തേക്കിട്ട് നെയ്ച്ചോറിനകത്തേക്കിട്ടതാ ഞാൻ ബിരിയാണി ഉണ്ടാക്കി. കാട ബിരിയാണി കണ്ടോ? എന്നിട്ട് നമുക്കതിനൊരു കറി വേണ്ടേ? നമുക്ക് ഒലുവുങ്ക അച്ചാറിടാം. ഒലുവുങ്ക അച്ചാറിട്ടത് കണ്ടോ? കണ്ടോ? ഒലുവുങ്ക അച്ചാറിട്ടത്. പിന്നെ നമുക്കൊരു കറിയും കൂടെ വേണ്ടേ? അപ്പോൾ ഞാൻ നാരങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, പാകത്തിന് ഉപ്പ് ചേർത്തിട്ടതാ നല്ല സൂപ്പർ ഒരു കറി. ഈ കറി ഉണ്ടെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യമില്ല. ഇത്രയ്ക്കും രുചിയാണ്. പാകത്തിന് എരിവ്, പുളിയെ, ഉപ്പ്, പിന്നെ ഗ്യാസ് ഉള്ളവർക്ക് പോകാൻ വെളുത്തുള്ളി എല്ലാം കണ്ടോ? നമുക്കെല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിയാലോ? അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. കാട കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയത് കണ്ടോ? കാട കണ്ടോ? മുഴുവനെ നിൽക്കുകയാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ? കഴിക്കാം. നല്ല സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാത്ത സൂപ്പർ. നാരങ്ങാക്കറിയാണേ പറയേണ്ട, അതിലും രുചിയാണ്. ഒലുവുങ്കാവാണെങ്കിൽ പറയുകയും വേണ്ട. കണ്ടോ? ഒലുവുങ്ക അച്ചാറിട്ടത്. ലോകത്തിലാദ്യമായിട്ട് ഞാനാണ് ഒലുവുങ്ക അച്ചാറിടുന്നത്. ഇപ്പോഴല്ല കേട്ടോ, 2-3 വർഷം മുമ്പേ ഇട്ടതാണ്. പിന്നെ കൂട്ടുകാർക്ക് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കൂടി ഇപ്പോൾ ഇട്ടതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക മറക്കണ്ട. കാട ബിരിയാണി ശോശാമ്മ കിച്ചൺ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാട ബിരിയാണി ഉണ്ടാക്കിയും കഴിക്കുക. ഉണ്ടാക്കുന്ന രീതി ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യം കാട മസാലയെല്ലാം കൂടെ ചേർത്ത് വറുത്തെടുക്കുക. എന്നിട്ട് ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ വഴറ്റി അതിലേക്കിടുക. മല്ലിച്ചപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് അതിലേക്ക് കാടയിട്ടൊന്ന് ഇളക്കി നെയ്ച്ചോറും വെച്ചിട്ട് അതിലേക്കിട്ട് ഇളക്കി പൊത്തി വെച്ചിട്ട് എടുക്കുക.